ఎందరో మహానుభావులు മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇന്നീ പരിപാടിയിൽ സംഗീതജ്ഞ ടി ബൃന്ദ, രചന ഡോക്ടർ ഹരിസുന്ദർ ജി. സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണയായ കച്ചപിക്ക് അതിയായ ഒരാഗ്രഹം വീണയും വായ്പാട്ടും ഒരുപോലെ വഴങ്ങുന്ന ഗായികയായി ജനിക്കണം. പലപ്പോഴും ആ മഹാവിദുഷിയുടെ വീണാവാദനവും സ്വരമാധുരിയും ആസ്വദിക്കുമ്പോൾ സരസ്വതിയുടെ കച്ചപി വീണയുടെ പുനർജന്മമാണ് ഇവർ എന്ന് തോന്നിയിട്ടുണ്ട്. വിഖ്യാത സംഗീത വിദുഷിയും വൈണികയുമായ ടി ബൃന്ദയെക്കുറിച്ച് സംഗീതജ്ഞൻ ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യരുടെ വാക്കുകളാണ് ഇത്. ഒരു കുടുംബം മുഴുവൻ തലമുറകളായി സംഗീതം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, ജീവാത്മാവാക്കുക, അതായിരുന്നു സംഗീതജ്ഞരും ശിഷ്യരും ആസ്വാദകരും സ്നേഹാദരങ്ങളോടെ ബൃന്ദാമ്മ എന്ന് വിളിച്ചിരുന്ന ടി ബൃന്ദയുടെ കുടുംബം. ഈ സംഗീത കുടുംബത്തിൽ 1912 നവംബർ 5 തീയതിയാണ് ടി ബൃന്ദ ജനിച്ചത്. മുത്തശ്ശിയായ വീണ ധനമ്മാളിന്റെയും മാതാവായ കാമാക്ഷിയുടെയും ബാണി സ്വായത്തമാക്കിക്കൊണ്ടായിരുന്നു ബൃന്ദയുടെയും സഹോദരി മുക്തയുടെയും സംഗീത പഠനം. കുട്ടിക്കാലം മുതൽ അനേക വർഷം ബൃന്ദ, മുക്ത എന്നിവർ ചേർന്നാണ് പാടിയിരുന്നത്. കൃതികളും അപൂർവമായ പദങ്ങളും രണ്ടുപേർ ചേർന്ന് പാടുമ്പോൾ ആലാപനത്തിന് തുടർച്ചയും ഗാംഭീര്യവും വർദ്ധിക്കുമെന്നായിരുന്നു ബൃന്ദയുടെ പക്ഷം. ത്രിമൂർത്തികളുടെ കൃതികൾ വീണ കുപ്പയ്യർ, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, ധർമ്മപുരി സുബ്ബയ്യർ, തിരുവൊട്ടിയൂർ ത്യാഗയ്യർ, കൂടാതെ ക്ഷേത്രജ്ഞർ പദങ്ങൾ എന്നിവയുടെ ആധികാരിക വക്താവായിരുന്നു ധനമ്മാൾ. തന്റെ പൗത്രിക്കും അവയെല്ലാം അവർ പകർന്നു നൽകി. അതും ആധികാരികമായി അവ സ്വായത്തമാക്കിയത് ശിഷ്യരിൽ നിന്നോ അല്ലെങ്കിൽ വാഗ്ഗേയകാരിൽ നിന്ന് നേരിട്ടോ ആയിരുന്നു. ഈ കാരണം കൊണ്ടുതന്നെയായിരുന്നു പല പ്രമുഖ സംഗീതജ്ഞരുടെയും കർണാടക സംഗീതത്തിലെ കീർത്തനാലാപനത്തിനുള്ള അവസാന വാക്കായിരുന്നു ബൃന്ദ.
കാഞ്ചീപുരം നയനാപിള്ളയുടെയും വീണ കുപ്പയ്യരുടെയും തിരുവൊട്ടിയൂർ ത്യാഗയ്യരുടെയും നേരിട്ടുള്ള ശിക്ഷണം സംഗീതത്തെ പരിപോഷിപ്പിച്ചെടുക്കാൻ ധനമ്മാളിനെ സഹായിച്ചു. രാഗാലാപനത്തിന്റെയും ഗമകപ്രയോഗങ്ങളുടെയും വ്യത്യസ്ത ശൈലികൾ അവലംബിച്ചിരുന്ന ധനമ്മാൾ ബാണിയും വാലാജപ്പേട്ട ബാണിയും ചേർത്ത് തങ്ങളുടേതായ ഒരു ശൈലി രാഗതാളരസ സമന്വയമായി ഭാവദീപ്തമായ ബൃന്ദാമുക്ത ബാണി രൂപപ്പെടുത്തി അവതരിപ്പിച്ചു. ദേവഗാന്ധാരിയിലുള്ള സീതാവര, വരാളിയിലെ മരതകമണിവർണ്ണ, നീലാംബരിയിലെ നീകേദയ, ജഗന്മോഹിനിയിലുള്ള മാമവ സതതം, ജയന്തസേന രാഗത്തിലെ വിനതാസുതവാഹന, ഗാനവാരിധി രാഗത്തിലുള്ള ഏകൈക കൃതിയായ ദയജൂചുടക്കു, ക്ഷേത്രജ്ഞരുടെ പദങ്ങളായ നാഥനാമക്രിയ രാഗത്തിലുള്ള പയ്യാദ, പുന്നാഗവരാളിയിലെ നിന്നുജൂജി എന്നിവയിലെല്ലാം ബൃന്ദയുടെ ആലാപനത്തിലെ ഭാവസമ്പുഷ്ടത തെളിഞ്ഞു നിന്നു. ലക്ഷ്യസംഗീതത്തിനും ലക്ഷണസംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ ആ ഗായികമാരുടെ പ്രത്യേകത തന്നെ കൃതികളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ബൃന്ദയുടെ രാഗാലാപനത്തിലുള്ള വൈശിഷ്ട്യവും ഗാംഭീര്യവും മറ്റു ഗായകരിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു. കല്യാണി, തോടി, ഗൗരി മനോഹരി, രാമപ്രിയ തുടങ്ങിയ രാഗങ്ങൾ ഒരു നല്ല കരകൗശലക്കാരിയുടെ കരവിരുത് പ്രകടമാക്കുന്ന രീതിയിലാണ് ബൃന്ദ അവതരിപ്പിച്ചിരുന്നത്. na
സാവകാശത്തോടെയും വേഗതയോടെയുമുള്ള അകാരപ്രയോഗങ്ങളും ഷഡ്ജത്തിലെയും പഞ്ചമശ്രുതിയിലെയും പ്രയോഗങ്ങളും ഏതു സ്ഥായിയിലും സഞ്ചരിക്കാനുള്ള ശബ്ദസൗകുമാര്യവും എല്ലാറ്റിനുമുപരി മേൽസ്ഥായിയിലെ ശ്രുതിശുദ്ധതയും ബൃന്ദസംഗീതത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. കൃതികളുടെ യഥാർത്ഥ രീതിയിൽ മാറ്റം വരുത്താൻ താൽപ്പര്യപ്പെടാത്ത ബൃന്ദ ഏതെങ്കിലും സംഗീതജ്ഞർ ചില പുതിയ സംഗതികൾ കൃതികളിൽ പ്രയോഗിച്ചാൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടിരുന്നു: നമ്മളാരാ മാറ്റങ്ങൾ വരുത്താൻ? ആ രചനകൾ രചിച്ചവരെക്കാൾ നമുക്ക് വിവരമുണ്ടോ? കേൾക്കാൻ സൗഖ്യമുണ്ടല്ലോ, അത് മതി. വാഗ്ഗേയകാരന്മാരുടെ സംഗതികൾ മാറ്റാൻ സംഗീതജ്ഞർക്ക് അവകാശമില്ലെന്ന അഭിപ്രായമായിരുന്നു ബൃന്ദയ്ക്ക്. ഏതെങ്കിലും പ്രത്യേക കാരണം കൊണ്ടായിരിക്കും ഈ സംഗതികളും പ്രയോഗങ്ങളും കൃതികളിൽ ഉപയോഗിച്ചതെന്നും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെങ്കിൽ ഗായകർ അത് രാഗാലാപനത്തിൽ മാത്രം ചെയ്താൽ മതി എന്നുമാണ് ബൃന്ദയുടെ പക്ഷം. ആഴമുള്ള നിശ്ചലമായൊരു വലിയ തടാകം പോലെയായിരുന്നു ബൃന്ദയുടെ സംഗീതം. ചൗക്കകാലത്തിലുള്ള കൃതികളും ദ്രുതകാലത്തിലുള്ള കൃതികളും തൻ്റേതായ ശുദ്ധരീതിയിൽ അവർ അവതരിപ്പിച്ചു. പല സംഗീതജ്ഞർക്കും പാഠമില്ലാതിരുന്ന കൃതികൾ അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധയായിരുന്നു ബൃന്ദ എന്ന സംഗീതജ്ഞ. രക്തിരാഗങ്ങളായ ഷഹാന, യദുകുല കാമ്പോജി, നായകി, ആനന്ദഭൈരവി, കൂടാതെ മുഖ്യരാഗങ്ങളായ ശങ്കരാഭരണം, തോടി, കാമ്പോജി, കല്യാണി എന്നിവയും അവരുടെ ആലാപനശുദ്ധിയിൽ തിളങ്ങി.
ബൃന്ദയുടെ സംഗീതത്തിന് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബോട്ട് മെയിൽ എന്നൊരു പേരുണ്ടായിരുന്നു. ചെന്നൈ രാമേശ്വരം റൂട്ടിലോടിയിരുന്ന ബോട്ട് മെയിൽ എന്ന തീവണ്ടി പോലെ എന്നായിരുന്നു ബൃന്ദസംഗീതം അറിയപ്പെട്ടിരുന്നത്. കാരണം ചൗക്ക് കാലത്തിലും അതിദ്രുത കാലത്തിലുമുള്ള കൃതികൾ അവർ അക്കാലത്ത് പാടിയിരുന്നു. അഠാണയിലെ ഏ പാപമോ, ബേഗഡരാഗത്തിലെ നീ പദ പങ്കജ, വിവർധിനിയിലെ വിനവേ ഓ മനസ, കമലാമനോഹരിയിലെ നീ മുദ്ദുമോമു എന്ന ദ്രുതകാല കൃതികളും, ദ്വിജാവന്തിയിലെ ചേതശ്രീ ബാലകൃഷ്ണം, ശങ്കരാഭരണത്തിലെ ബുദ്ധിരാതു, രീതിഗൗളയിലെ ബാലേ ബാലേന്ദു ഭൂഷണി തുടങ്ങിയ ചൗക്കകാല കൃതികളും ബൃന്ദയുടെ ശ്രദ്ധേയമായ ആലാപനങ്ങളായിരുന്നു. തനിക്കറിയാവുന്നതെല്ലാം യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ തൻ്റെ അവസാന ശ്വാസം വരെ ശിഷ്യർക്ക് മടികൂടാതെ പകർന്നു നൽകിയിരുന്ന ആ ഗായിക വളരെ വലിയ ശിഷ്യസമ്പത്തിന് ഉടമയായിരുന്നു. ഗായകൻ ഹരിഹരന്റെ മാതാവ് അലമേലു മണി, കല്യാണി ശർമ്മ, ഗായിക വാണി ജയറാമിന്റെ മാതാവായ പത്മ സ്വാമിനാഥൻ, ചിത്രവീണ രവികിരൺ, ശശികിരൺ, കിരണാവലി, ഗീതാ രാജ, ഗണേഷ്, വി കൃഷ്ണമൂർത്തി, റീത്ത രാജൻ, രാധാ നമ്പൂതിരി, സ്വന്തം പുത്രി വേഗവാഹിനി, ആർ കെ ശ്രീറാംകുമാർ, എസ് സൗമ്യ, അരുണ സായിറാം എന്നിവർ അവരുടെ പ്രധാന ശിഷ്യരാണ്. സംഗീത വിദുഷി അരുണ സായിറാം. I remember it so vividly, it's etched in my mind. My parents were big admirers of Srimati T. Brinda's music. And so were the parents of the now very famous eminent singer Hariharan. So Hariharan's mom and dad, my mom and dad, every week they would meet and they'll discuss Brindamma's music and appreciate her style and so on and so forth. And suddenly after some time there came a situation when Hariharan's mom wanted to have lessons with Brindamma. So the classes started and I was hearing the strains of the music from the other room and I must have been humming. Meru Samana. One day she just stepped out in the middle of the class and she heard me humming that song. So she stopped and she said, enna paadina? Konja thiruppi paadu. And I just froze. My mother froze. We said, my God, this is the end of the world. She just looked and then went about whatever she was doing. Next morning, she quietly told my mother, சரி ஏதோ கொஞ்சம் பாடுறா உன் பொண்ணு பரவாயில்ல, அந்த கதவு கிட்ட வந்து உட்கார சொல்ல அவளை. Whole month, every day I was allowed to sit at the door and listen, but not enter the room. For me, it was like, oh my God, it's a big promotion. From sitting in the other room, I'm actually acknowledged to sit outside the door. Very big thing for me. So, one whole month I sat and listened and mentally kept imitating whatever was happening. Towards the end of that visit, suddenly again one morning she said, நாளைக்கு குளிச்சுட்டு வா நீ, class ஆரம்பிக்கிறோம் நம்ம. I said, what? I couldn't believe what was happening. I was so happy. And the first song she taught me was Meru Samana. Meru Samana. സംഗീത വിദ്വാൻ ആർ കെ ശ്രീറാംകുമാർ. Brindamma is one of the finest musicians that the Carnatic music field has ever witnessed. Her music is synonymous with the sound and texture of Carnatic music. As scion of the illustrious Dhanamma family, she chiseled her own style that is marked by a supreme sense of dignity, aesthetic, and finesse. Having absorbed from her grandmother and other members of her illustrious family and the indomitable Nayana Pillai, Brindamma's music is a repository of innumerable compositions that stand unmatched in the history of Carnatic music. Her repertoire includes a multitude of rare compositions of the Trinity, Patnam Subramaniar, Tamil composers, and several other composers, several varnams, several padams and javalis, and the list is endless. Brindamma's rendition of these masterpieces stand unparalleled. Her Shruti Shuddha
accentuated her graceful renditions of these compositions. Steeped in the essence of the raga, her raga alapanas showcased completeness in brevity. Dotted with ravai sangatis, jarus, karvais, and swift shots of madhyamakala and birkas as well, her music marked the lofty values of the Carnatic firmament. Srimati Brindamma was such a blessing to the world of Carnatic music. Brindamma and Carnatic music are synonyms. മൃദംഗ വിദ്വാൻ തൃശൂർ സി നരേന്ദ്രൻ. ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് മുമ്പേ ഗുരുവായൂർ ഏകാദശി കാലത്താണ് ഞാൻ ബൃന്ദമ്മയെ ആദ്യമായി കാണുന്നത്. കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഞാൻ മദ്രാസിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ഗുരുനാഥൻ പാലക്കാട്ട് രഘുസാറും കെ വി നാരായണസ്വാമി മാമയും ബൃന്ദമ്മയുടെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ശെമ്മൻകുടി മാമ, രാമനാട് കൃഷ്ണൻ സാർ തുടങ്ങി ഒട്ടനവധി പ്രമുഖ സംഗീത വിദ്വാൻമാർ ബൃന്ദമ്മയുടെ അടുത്ത് പാട്ടു പഠിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വളരെ ഭയത്തോടെയാണ് ഞാൻ ആദ്യത്തെ കച്ചേരി വായിച്ചത്. എല്ലാ കച്ചേരികളിലും ഇഴഞ്ഞ കാലപ്രമാണത്തിൽ പാടുന്ന അപൂർവ കീർത്തനങ്ങളും ക്ഷേത്രജ്ഞ പദങ്ങളും ജാവളികളും നിശ്ചയമായും ഉണ്ടായിരിക്കും. അതുതന്നെയായിരുന്നു ഒരു വലിയ ചാലഞ്ച്. അതീവ ശ്രദ്ധയോടെ വായിക്കേണ്ട കച്ചേരികളായിരുന്നു അവ ഓരോന്നും. നന്നായി വായിച്ചാൽ അമ്മ ഒന്ന് പുഞ്ചിരിക്കും. അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ഫീഡ്ബാക്ക്. അവരുടെ അമൂല്യമായ പൈതൃകം നിരവധി ശിഷ്യരിലൂടെ ഇന്നും മുന്നോട്ട് പോകുന്നു. ഒരു കീർത്തനം പഠിപ്പിക്കുമ്പോൾ നിരവധി തവണ പാടി പഠിപ്പിച്ച് മനഃപ്പാഠമാക്കുകയായിരുന്നു ബൃന്ദയുടെ രീതി. മറിച്ച് സ്വരപ്പെടുത്താനോ റെക്കോർഡ് ചെയ്യാനോ അവർ അനുവദിച്ചിരുന്നില്ല. ഗുരുമുഖത്തു നിന്നും കൃതികൾ പഠിക്കുന്നതാണ് അഭികാമ്യം എന്നായിരുന്നു ബൃന്ദപക്ഷം. സംഗീതത്തെ കച്ചവട വസ്തുവാക്കുന്നതിൽ താൽപ്പര്യമില്ലാതിരുന്ന ആ ഗായിക അന്ത്യം വരെ വാണിജ്യ റെക്കോർഡിങ്ങുകൾക്ക് പാടിയിരുന്നില്ല. 1976 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 50ാം വാർഷികത്തിൽ ടി ബൃന്ദ സംഗീത കലാനിധി പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സംഗീതം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ്. ഭക്തി അതിന്റെ ജീവനും ഭാവം അതിന്റെ സാക്ഷാത്കാരവുമാണ്. സംഗീതം നമ്മുടെ ആത്മീയ ഉന്നമനത്തിനുള്ള ഉപായമാണ്. ബൃന്ദയുടെ സംഗീതം അതിചൗക്കകാലത്തിലുള്ളതാണ് എന്ന വിമർശനത്തിന് അവർ ഒന്നു മാത്രമേ അഭിപ്രായപ്പെട്ടിരുന്നുള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെയും ധാരണയാണ്. എനിക്കിതേ അറിയൂ, ഇതേ പാടുകയുള്ളൂ, ഇതേ ഞാൻ നൽകുകയുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് വരാം, ആവശ്യമുള്ളതെടുക്കാം, പഠിക്കാം, ആസ്വദിക്കാം. ഒരു വലിയ ഗായിക എന്ന ഭാവം ലവലേശം കാട്ടാതിരുന്ന ബൃന്ദ മറ്റു ഗായകരെ പോലെ അനവധി കച്ചേരികൾ നടത്തിയിരുന്നില്ലെങ്കിലും ഭാവസമ്പുഷ്ടമായ അവരുടെ കച്ചേരികൾക്ക് വളരെ വലിയ വിദ്വത് സദസ്സ് ശ്രോതാക്കളായി എത്തുക പതിവായിരുന്നു. da
സ്വതന്ത്രയും അച്ചടക്കശീലവുമുള്ള ഗായികയായിരുന്ന ബൃന്ദയ്ക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക പുരസ്കാരം, സംഗീത നാടക അക്കാദമി പുരസ്കാരം, കൂടാതെ സംഗീത കലാശിഖാമണി ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1955 മുതൽ 1996 വരെ ദീർഘകാലം ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് കലാകാരിയായിരുന്ന ബൃന്ദ എന്ന ഇതിഹാസം 1996 തന്റെ 83-ാം വയസ്സിൽ നാദസാക്ഷാത്കാരത്തിൽ വിലയം പ്രാപിച്ചു. എന്തൊരോ മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ശബ്ദസാന്നിധ്യം NJ ജോഷിലാൽ, ദിവ്യ വിധു. ആഖ്യാനം നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം ആര്യലക്ഷ്മി R.